ജിന്നപ്പ കപ്പടിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ജിന്നപ്പ കപ്പടിച്ചു. ജാസ്മിൻ 3ാം സ്ഥാനത്ത് വന്നതിൽ എന്തെങ്കിലും 2ാം സ്ഥാനത്ത് വോട്ടിംഗ് അല്ലേ, ജനങ്ങൾ വോട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണല്ലോ ഞങ്ങളെല്ലാവരും ഓരോരുത്തർ എവിക്റ്റായി. ജാസ്മിൻ ഡിസേർവിംഗ് ആയതുകൊണ്ടാണല്ലോ ടോപ്പ് 5-ൽ എത്തിയത്. ഓരോരുത്തരും അവർ ഡിസേർവിംഗ് ആയ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പുറത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് ജിൻഡോ ജാസ്മിൻ എന്നൊരു ഫാക്ടറായിരുന്നു. പെട്ടെന്ന് ഈ അർജുൻ എന്ന് പറഞ്ഞൊരു ഒരു പെട്ടെന്ന് പൊങ്ങി വരുന്ന ഒരു തോന്നിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അർജുൻ്റെ ഒരു വരവ്? അറിയില്ല, അതൊക്കെ ഓഡിയൻസ് അല്ലേ, ഓഡിയൻസിന് പെട്ടെന്നായിരിക്കും. ഇപ്പം അവിടെ വീക്ക്ലി ഗ്രാഫിനെ കാണിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലപ്പോൾ ഉയർച്ച ഉണ്ടാവും, ചിലപ്പോൾ താഴ്ച ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെയാണ് ഫ്ലക്ച്വേഷൻ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഷോ അല്ല. അത് ആരാണ് വിന്നറാവുന്നത്. പക്ഷേ ജിന്നപ്പൻ്റെ കാര്യം മാത്രം പ്രഡിക്റ്റബിൾ ആയിരുന്നു എല്ലാവർക്കും. കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ ജിന്നപ്പനാണ്. അതിനകത്തു നിന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ആൾ ജിന്നപ്പൻ തന്നെയാണ്. അതുകൊണ്ട് ജിന്നപ്പൻ എന്തായാലും വിൻ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു. ജിന്നപ്പൻ വിൻ ചെയ്തു. ഡിസേർവിംഗ്, മോസ്റ്റ് ഡിസേർവിംഗ്. ഇതെല്ലാം വോട്ടിംഗ് അല്ലേ. വോട്ടിങ്ങിൽ അവർ കറക്റ്റ് വോട്ടിംഗ് നോക്കിയിട്ടാണല്ലോ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം കൊടുക്കുന്നത്. സൂപ്പറായിരുന്നു. ഇനി എന്താ വിസ്തരിച്ച് പറയാനാ? ഞാനെല്ലാം പറഞ്ഞത് കറക്റ്റായി പറഞ്ഞില്ലേ?